നാളെയാണ് കലാശക്കൊട്ട് നടക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ ആലുവയിൽ LDFന്റെ പര്യടനത്തിൽ ശരിക്കും ഒരു കലാശക്കൊട്ടിന്റെ രീതിയാണ് ഉള്ളത്. ഒരു ഗാനമേള കൂടി ഇതിന്റെ ഭാഗമായി നടക്കാനുണ്ട്. അങ്ങനെ ആലുവ അക്ഷരാർത്ഥത്തിൽ ഒരു ആവേശക്കടലായി മാറിയിരിക്കുകയാണ് LDF ക്യാമ്പിന്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു ഈ പര്യടന പരിപാടി. ആലുവയിൽ ഇപ്പോൾ ടൗൺ ഹാളിന് മുന്നിൽ സമാപിച്ചിരിക്കുന്ന LDF AM ആരിഫ് ഈ വാഹന പ്രചാരണ ജാഥയുടെ ഭാഗം തന്നെ ഉണ്ടായിരുന്നു. അല്പസമയത്തിനകം സമാപനമാകും. ഒരു ഗാനമേളയോട് കൂടിയാണ് ഈ പരിപാടിക്ക് സമാപനമാകാൻ പോവുക. ഏതായാലും വലിയ ആവേശമുണ്ട്. ആലുവയിൽ അവസാന ഘട്ടത്തിലേക്ക് പ്രചാരണം എത്തുമ്പോൾ വലിയ ആവേശമുണ്ട്. അത് ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന്റെ രീതിയിലേക്ക് മാറുന്നുണ്ട്. ഏകപക്ഷീയമായ ഒരു വിജയം ഇവിടെ UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകില്ല എന്നുള്ള തരത്തിൽ നേരത്തെ നമ്മൾ ഈ മണ്ഡലത്തിൽ ഇറങ്ങി നടന്നപ്പോൾ ആളുകൾ നമ്മോട് പ്രതികരിക്കുകയുണ്ടായി. LDF സ്ഥാനാർത്ഥി ഇക്കുറി കരുത്തനാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അൻവർ സാദത്തും AM ആരിഫും തമ്മിലുള്ള പോരാട്ടം അതിശക്തമായി ഈ മണ്ഡലത്തിലുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത്. NDAക്ക് വേണ്ടി ഇവിടെ കളത്തിലിറങ്ങിയിരിക്കുന്നത് MA ബ്രഹ്മരാജ് ആണ്. അങ്ങനെ LDFന്റെയും UDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ ശക്തമായി തന്നെ ആലുവയുടെ മണ്ണിലുണ്ട്. AM ആരിഫിന്റെ പ്രചാരണ പരിപാടികൾ ഇപ്പോൾ ആലുവയിൽ പുരോഗമിക്കുകയാണ്.